ഹലോ ഗൈസ്, പിൻട്രസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴാണ് ഈ ഒരു ഐറ്റം കണ്ടത്. ക്യൂട്ടായിട്ട് സിമ്പിളായിട്ടുള്ളൊരു പാലറ്റ് ഇഷ്ടപ്പെട്ടു. എടുക്കുന്നു ഗോപാലൻ എന്ന് പറഞ്ഞ പോലെ ഞാനിത് അങ്ങോട്ട് എടുത്ത്. അതേപോലെ തന്നെ ആയോ എന്ന് വെച്ചാൽ ഏകദേശം. ഇനി ഇത് അതേപോലെ അല്ല എന്നുള്ള കമൻറ്റ് നിരോധിച്ചിരിക്കുന്നു. എന്നാൽ പിന്നെ സ്റ്റാർട്ട് പരിപാടി ആക്ഷൻ. ആദ്യം തന്നെ ക്ലേ എടുക്കുക. ഈ ഒരു സ്റ്റെപ്പ് എന്തായാലും എൻ്റെ കഴിഞ്ഞ കുറച്ച് വീഡിയോസ് കണ്ടവർക്ക് ഓർമ്മ ഉണ്ടാവും. എടുക്കുന്നു, ഉരുട്ടുന്നു, പരത്തുന്നു. നന്നായിട്ട് പരത്തി ചപ്പാത്തി പരക്കുന്ന പരുവത്തിൽ പരത്തി അങ്ങോട്ട് എടുക്കുക. ഞാനിവിടെ പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലൊരു സ്ക്വയർ ബോർഡ്, അത് യിപ്പി നൂഡിൽസ് എങ്ങാണ്ട് വാങ്ങിയപ്പോൾ കിട്ടിയതാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതേപോലൊരു ഐറ്റം ഉണ്ടെങ്കിൽ നമ്മളുണ്ടാക്കി വെച്ച ക്ലേൻ്റെ സൈഡും എഡ്ജും അതുപോലെ തന്നെ മേലെ പോർഷനെല്ലാം ഒന്ന് ലെവൽ ചെയ്തെടുക്കാൻ നമുക്കത് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഒന്ന് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതുപോലെ 4 കുഴി കുഴിച്ചെടുക്കാം. എന്നിട്ട് അതിനുള്ളിലുള്ള ക്ലേ എല്ലാം മാറ്റി കൊടുക്കാം. അടുത്തതായി വെള്ളം, ബ്രഷ്, കൈ, ഈ 3 ആയുധം വെച്ചിട്ട് നമുക്ക് ഈ ഒരു പാലറ്റിനെ സ്മൂത്ത് ആക്കി എടുക്കാം. പിന്നെ ഇതുപോലെ ക്രാക്സ് വല്ലതും ഉണ്ടെങ്കിൽ കുറച്ച് ക്ലേ വെള്ളത്തിൽ അലിയിച്ചെടുത്തിട്ട് ആ ക്രാക്സിൽ നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കുക. സ്റ്റെപ്പ് നമ്പർ 2, പൂ വിത്ത് ഇല. അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്ലേ ഇതേപോലെ ചെറുതായിട്ട് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് ഈ ഒരു സർക്കിൾ ഷേപ്പിൽ വെച്ചിട്ട് ഇങ്ങനെ ബ്രഷിൻ്റെ അറ്റം വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ കിട്ടും. എന്നിട്ട് അതൊന്നും കൂടെ പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ അടിയിൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് പാലറ്റിൻ്റെ മേലെ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ലീഫ് ഉണ്ടാക്കുന്നതും സെയിം പ്രോസസ്സ് തന്നെയാണ്. കുറച്ച് നീളത്തിൽ പ്രസ് ചെയ്തെടുക്കണം എന്നുള്ളൂ. അതും പാലറ്റിൻ്റെ മേലെ വെള്ളം വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ 2 ഐറ്റം ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. അത് രണ്ടും പാലറ്റിൻ്റെ മേലെ വെള്ളം വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പാലറ്റും ഈ നമ്മൾ മേലെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തതും തമ്മിലുള്ളൊരു അന്തർധാര സജീവമാകാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ബ്രഷ് വെച്ച് നന്നായിട്ട് സൈഡൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കാം. ആ വീഡിയോയിൽ കാണിച്ച പോലെ നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെ കുറച്ച് വെള്ളവും ബ്രഷും എടുത്തിട്ട് ഒന്ന് സ്മൂത്ത് ചെയ്തെടുക്കുക. അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 3, ഒരു ബ്രഷ് ഹോൾഡർ ഉണ്ടാക്കാം. ഒരു പാലറ്റ് ആകുമ്പോൾ ഒരു ബ്രഷ് ഹോൾഡറൊക്കെ ആവാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു പീസ് ക്ലേ എടുത്തിട്ടുണ്ട്. പല രീതിയിൽ ഞാൻ സെറ്റാക്കി നോക്കിയിട്ടുണ്ട്. അവസാനം ഇതാണ് റെഡി ആയിട്ടുള്ളത്. കബാബ് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. 2 ബ്രഷ് അതിൻ്റെ ഇടയിൽ വെച്ച് ഒരു ഗ്യാപ്പ് ഇട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്ലേ കുറച്ചുകൂടെ കട്ടിയായിപ്പോയി ആ ഒരു സമയത്ത്, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. എനിവേ, സംഭവം റെഡി. ഈ ഒരു ക്ലേ നമുക്ക് സാൻഡ് പേപ്പർ വെച്ചൊന്ന് സ്മൂത്ത് ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ. എന്നിട്ട് സ്റ്റെപ്പ് നമ്പർ 4 തന്നെയല്ലേ, പെയിൻറ്റ് ചെയ്യാം. ഇതിന് ഞാനൊരു ബേബി പിങ്ക് ഷെയ്ഡാണ് എടുത്തിട്ടുള്ളത്. വൈറ്റിൽ കുറച്ച് റെഡ് മിക്സ് ചെയ്തിട്ടൊരു അങ്ങനെ ഒരു കളറാണ് സെറ്റാക്കി എടുത്തിട്ടുള്ളത്. ഇനി ആ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കളർ വെച്ചിട്ട് ഈ ബ്രഷ് ഹോൾഡറിനെ മൊത്തത്തിലൊന്ന് വെള്ള പൂശിയെടുക്കാം. ബേബി പിങ്ക് പൂശിയെടുക്കാം. അതിനുശേഷം കുറച്ചുകൂടെ റെഡ് ആഡ് ചെയ്തിട്ട് ഈ ഒരു പിങ്ക് ഷെയ്ഡിലെടുത്തിട്ട് ഫ്ലവറിന് കൊടുക്കാം. അതുപോലെ ഗ്രീൻ എടുത്തിട്ട് ആ ലീഫിനും കൊടുക്കാം. പിന്നെ സെൻറ്റർ പോർഷനിൽ കുറച്ചുകൂടെ ഒരു ഡാർക്ക് പിങ്ക് കൂടെ കൊടുത്തിട്ടുണ്ട്. ടടേ ഗൈസ്, റെഡിയായി. ഇനി ബ്രഷ് ഹോൾഡറിന് ഗ്രീൻ കളറാണ് കൊടുത്തിട്ടുള്ളത്. അടുത്തത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടിയാണ്. ഇതിൽ കുറച്ച് പാളിയിട്ടുണ്ടെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. കുറച്ച് വയലറ്റും പിങ്കും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു കളറ് ഇങ്ങനെ സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം വാർണിഷ് അടിച്ച് നല്ല കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. ആൻഡ് ഫൈനലി നമ്മുടെ പാലറ്റ് റെഡി ആയിട്ടുണ്ട് ഗൈസ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ശരി, ബൈ.